റഷ്യ ക്യാൻസറിനുള്ള മരുന്ന് കണ്ടെത്തി. ഇനി ഒരിക്കലും നമ്മൾ ക്യാൻസറിനെ പേടിക്കേണ്ടതില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും തീർച്ചയായും നിങ്ങളും കേട്ട് കാണും. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയാണോ? ഒരിക്കലുമല്ല. വിശദമായി ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു AF വേൾഡ്. അഫ്ലു ഹിയർ. മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് ക്യാൻസർ മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ നമുക്ക് കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്ന ക്യാൻസർ ഇന്നത്തെ കാലത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ തന്നെയും അറിയുന്ന, നമ്മളിൽ വേണ്ടപ്പെട്ട പല ആളുകൾക്ക് പോലും വന്ന രീതിയിലേക്കൊക്കെയാണ് ക്യാൻസർ എത്തിയിട്ടുള്ളത്. മാത്രമല്ല, ക്യാൻസർ ബാധിച്ചറിയുന്ന ഒരാളെങ്കിലും നമ്മുടെ പരിചയത്തിലും കാണും. അതിൽ തന്നെ നമ്മൾ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 2020 മാത്രം കണക്കുകൾ നോക്കുമ്പോൾ ഏറെക്കുറെ 19.3 മില്യൺ ആളുകൾക്കാണ് ലോകത്തെമ്പാടും ക്യാൻസർ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഓരോ വർഷവും 9.6 മില്യൺ ആളുകളാണ് ക്യാൻസർ ബാധിച്ച് മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. 2023 മാത്രം 6,35,000 ആളുകൾക്കാണ് അവിടെ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ തോതിൽ തന്നെ അവിടെ ക്യാൻസർ നിരക്ക് കൂടി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ തന്നെ ക്യാൻസർ എന്ന ഈ ഒരു മഹാമാരിക്ക് മരുന്ന് കണ്ടെത്താൻ വേണ്ടി തകൃതിയായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റഷ്യയും അതിലേക്ക് ഇറങ്ങുന്നുണ്ട്. റഷ്യ അതിലൊരു പിടി മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ തന്നെ ഇതിനോടൊപ്പം തന്നെ അവർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ എന്താണത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ വിശദമായ നിലയിൽ തന്നെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കാം. ആദ്യം തന്നെ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് ഈ ഒരു ക്യാൻസർ എന്നുള്ളതാണ്. ഇതൊരിക്കലും പുറത്ത് നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഡെവലപ്പ് ആകുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലൊക്കെ തന്നെയും കോടാനുകോടി സെല്ലുകൾ ഉണ്ടല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ സ്മൂത്താക്കി കൊണ്ടുപോകുന്നത് ഓരോരോ ഡ്യൂട്ടികൾ നൽകപ്പെട്ടിട്ടുള്ള ഈ സെല്ലുകൾ തന്നെയാണ്. എന്നാൽ ചില സെല്ലുകൾ ഈ ഡ്യൂട്ടികളെയും മറികടന്നുകൊണ്ട് വലിയ തോതിലുള്ള ഒരു അബ്നോർമൽ ഗ്രോത്ത് കാണിക്കുകയും അൺകൺട്രോളബിളി ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഈ ഒരു സെൽസ് കൂടി ചേർന്നുകൊണ്ട് ടിഷ്യൂസൊക്കെ ആയിട്ട് ഫോം ചെയ്യുന്നു. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ക്യാൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാൻസർ ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് തന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ മാരകമാകും വിധം നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി നമ്മളെ മരണത്തിലേക്ക് പോലും തള്ളിവിടുന്ന ക്യാൻസർ ഉണ്ടാകുന്ന എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആത്യന്തികമായിട്ടുള്ള അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഈ സെല്ലുകളിലെ ജനറ്റിക് മ്യൂട്ടേഷനാണ്, DNA വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഇനി എന്തുകൊണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങളായിട്ട് നോക്കുമ്പോൾ ഒന്ന്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ശരീരത്തിലേക്ക് വലിയ തോതിൽ തന്നെ റേഡിയേഷൻ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ, അതുപോലെ പുകവലി മറ്റും കാരണമായിട്ട് വ്യത്യസ്ത കെമിക്കലുകളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ജനറ്റിക് മ്യൂട്ടേഷനുകൾ സംഭവിക്കാം. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയും നമ്മുടെ ശരീരത്തിനകത്തുള്ള സെല്ലുകൾ തന്നെ നമ്മളെ മരണത്തിലേക്ക് തള്ളിവിടാൻ കാരണമായിട്ടുള്ള ക്യാൻസറായിട്ട് മാറി വരികയും ചെയ്യാം. അപ്പോൾ നിലവിൽ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടോ, നിലവിൽ അതിനുള്ള ക്യൂർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായിട്ടുള്ള മരുന്ന് എന്ന രീതിയിലേക്കൊന്നും തന്നെ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. നിലവിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 4 വ്യത്യസ്ത ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ ഓൾറെഡി ഇതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. ഏർലി സ്റ്റേജിലൊക്കെ തന്നെയും നമ്മൾ ഈ ഒരു ക്യാൻസറിനെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് സർജറിയിലൂടെ അത്തരത്തിൽ ഫോം ആയിട്ടുള്ള ആ ഒരു ടിഷ്യൂകളെ എടുത്ത് കളയുക വഴി, ആ ക്യാൻസർ ടിഷ്യൂകളെ എടുത്ത് കളയുക വഴി ക്യാൻസറിനെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ മോസ്റ്റ് കോമൺലി നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് അത് കീമോതെറാപ്പിയാണ്. ഇതിലൂടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഡ്രഗുകളെ ഈ ഒരു അൺകൺട്രോളബിളി വളർന്നിട്ടുള്ള സെല്ലുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന രീതിയാണ്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഡ്രഗ്സാണ് ഇത്തരത്തിൽ ശരീരത്തിലേക്ക് എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള നോർമൽ ആയിട്ടുള്ള സെല്ലുകളെയും അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. മുടികൊഴിച്ചിൽ പോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ, വലിയ തോതിൽ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും കീമോതെറാപ്പി ചെയ്യുന്ന ആളുകൾ നമ്മൾ ഏതായാലും കണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അടുത്തൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് റേഡിയേഷൻ തെറാപ്പിയാണ്. ശക്തമായിട്ടുള്ള എക്സ്റേ പോലുള്ള ഹൈ എനർജി റേകൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലുള്ള ഇത്തരത്തിലുള്ള അബ്നോർമൽ ഗ്രോത്ത് ഉള്ള സെല്ലുകളെയൊക്കെ തന്നെയും കരിയിച്ച് കളയുന്ന ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മെത്തേഡിലൂടെ നടത്തുന്നത്. ഇനി അടുത്ത 4ാമതായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇമ്മ്യൂണോ തെറാപ്പിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഇത്തരത്തിലുള്ള സെല്ലുകൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നശിപ്പിച്ച് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. ഇതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയാണ് ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറെക്കുറെ ഇതുപോലെ
ഇതുപോലുള്ളൊരു പരിപാടിയൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ റഷ്യയും ക്യാൻസറിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാൻസറിനെ തടുക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ക്യാൻസറിനുള്ള മരുന്ന് റഷ്യ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ അതിന് പകരമായിട്ട് ക്യാൻസർ വരുന്നതിനെ തടയാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു വാക്സിനാണ് ഇതിനോടകം തന്നെ റഷ്യ കണ്ടെത്തിയിട്ടുള്ള എന്നൊരു ഉത്തരത്തിലേക്കാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇമ്മ്യൂണോതെറാപ്പിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആളുകൾ ഈ വാക്സിൻ ഇഞ്ചെക്ട് ചെയ്യുക വഴി അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളെയൊക്കെ തന്നെയും ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും വരുന്നത്. കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ പറയാം. എന്നാൽ ഞാൻ വല്ലാണ്ട് ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൽ പ്രകാരം ചെയ്യുന്നൊരു കാര്യം, ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നു. അത് നമ്മൾ മുമ്പേ പറഞ്ഞ പല കാര്യങ്ങളുണ്ടായിരുന്നു. പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റേഡിയേഷൻ അടിച്ചിട്ടുള്ള ആൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള രീതിയിലൊക്കെ തന്നെയും ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആളുകളെ നേരെ തിരഞ്ഞെടുത്തിട്ട് അതിനുശേഷം ഈ തിരഞ്ഞെടുത്ത ആളുകളിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യുകയും ഒരു ഫേക്ക് ആയിട്ടുള്ള ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോട്ടീനുകൾ അടങ്ങുന്ന രീതിയിലുള്ള ഒരു mRNA വാക്സിൻ ഇവർ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ആളുകളുടെ ശരീരത്തിലേക്ക് തന്നെ ഈ ഒരു വാക്സിൻ ഇഞ്ചെക്ട് ചെയ്യുന്നു. ആ ഒരു അവസരത്തിൽ ശരീരം ഇതിനെ നോക്കിക്കാണുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്ന് ശരീരത്തിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കൃത്യമായ നിലയിൽ തന്നെ ശരീരത്തിൻ്റെ, ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള സർവ്വ പ്രവർത്തനങ്ങളും നടത്തുന്നതായിരിക്കും. കൃത്യമായ നിലയിൽ തന്നെ ഈ ഒരു വാക്സിൻ അവിടെ ഡിഫെൻഡ് ചെയ്യുകയും ഇത്തരത്തിലുള്ള ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോട്ടീനുകളെ തടഞ്ഞു വെക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി തന്നെ സ്വയം ബിൽഡ് ചെയ്തെടുക്കുകയും ചെയ്യുന്നതായിരിക്കും. അതോടുകൂടെ പിന്നീട് അങ്ങോട്ട് അവരുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ക്യാൻസർ ഉണ്ടാകുകയാണെങ്കിൽ, ഒരു അബ്നോർമൽ സെൽ ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ കൃത്യമായിട്ട് അതിനെ പ്രതിരോധിക്കുകയും ക്യാൻസറിനെ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് റഷ്യ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു ക്യാൻസർ വാക്സിൻ അല്ലെങ്കിൽ mRNA വാക്സിൻ കൃത്യമായ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നത്, ക്യാൻസറിനെ തടഞ്ഞു വെക്കുന്നത്, ഇല്ലാതാക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ഫേക്ക് ആയിട്ടുള്ള mRNA ആണ് ഇതിനു വേണ്ടിയിട്ട് വാക്സിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് യാതൊരു വിധത്തിലും ക്യാൻസർ ഉണ്ടാകില്ല. എന്നാൽ അതിന് കൃത്യമായിട്ട് തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുകയും ചെയ്യാം. ഇവിടെയും പരിശോധിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ വാക്സിൻ നിർമ്മിക്കുന്നത്. അതായത് ഓരോരുത്തരുടെയും ശരീരത്തിനകത്ത് സ്വയം ഡെവലപ്പ് ആകുന്ന കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും പഠിച്ച് മനസ്സിലാക്കി അവരുടെ ശരീരത്തിലേക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നിലയിൽ തന്നെയാണ് ഈ ഒരു വാക്സിൻ എത്തിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും 2025 തന്നെ റഷ്യയിലെ ജനങ്ങൾക്ക് ഈ ഒരു വാക്സിൻ ലഭ്യമായി തുടങ്ങുന്നതായിരിക്കും. മാത്രമല്ല 2025 വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാക്സിൻ ഇന്ത്യക്കും സമ്മാനിക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള വെല്ലുവിളികൾ ഇതിനോടൊപ്പം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പല ആളുകളും പലതരത്തിലുള്ള ആശങ്കകളും ഈ വാക്സിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്നത് മതിയായ രീതിയിലുള്ള ട്രാൻസ്പെറൻസി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടില്ല. കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ റഷ്യ പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എത്രത്തോളം സേഫ് ആണെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ചില ആളുകളുടെ അഭിപ്രായമാണ്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് മതിയായ രീതിയിലുള്ള ഹ്യൂമൻ ട്രയൽസ്, ക്ലിനിക്കൽ ട്രയൽസ് റഷ്യ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞൊരു വാദമാണ്. മൂന്നാമത്തെ ഒരു വാദം എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. ഏറെക്കുറെ 100ഓളം ക്യാൻസറുകൾ ഉണ്ട് നമ്മുടെ ലോകത്ത്. അപ്പോൾ എല്ലാത്തിനും ഇത് ഒരു മെത്തേഡ് ഫലപ്രദമാകുമോ എന്ന് തുടങ്ങിയിട്ടുള്ള മറ്റു ചില ആളുകളുടെ ആശങ്കകളാണ്. എന്തൊക്കെ തന്നെയായാലും ലോകത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റഷ്യ മാത്രം ഇത്തരത്തിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് വന്ന് വാക്സിൻ കണ്ടെത്തിയെങ്കിലും ബാക്കിയുള്ള രാജ്യങ്ങളും ഇതുപോലെ തന്നെ ക്യാൻസറിനുള്ള മരുന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തകൃതിയായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പം റഷ്യയുടെ ഒരു വാക്സിൻ എത്രത്തോളം ഫലപ്രദമാകും, ഇതിനനുസരിച്ചിട്ട് തന്നെ മറ്റേതൊക്കെ രാജ്യങ്ങൾ ഇനി വളരെ വേഗത്തിൽ ക്യാൻസറിനുള്ള വാക്സിൻ കണ്ടെത്തുമെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഒരുപക്ഷെ ക്യാൻസറിൻ്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു വർഷമായിട്ട് പോലും 2025 മാറി വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യണം. വളരെ കൃത്യമായ നിലയിൽ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ക്യാൻസറുമായി ബന്ധപ്പെട്ട് റഷ്യ കണ്ടെത്തിയ ക്യാൻസർ വാക്സിനുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതും നല്ല ഒരുപാട് അധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.